ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 147 147 രണ്ടാമത്തെ സെക്ഷനായിട്ട് തന്നിരിക്കുന്ന ഏതാണ് നമ്മളവിടെ കാണുന്നതാണ് ബയോഫൈറ്റ എന്ന് പറയുന്ന ചെടിയെക്കുറിച്ചാണ് ആദ്യമായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വേർ ഡു വി ഫൈൻഡ് മോസ്റ്റ് ഓഫ് ദ ബയോഫൈറ്റ, എവിടെയാണ് നമ്മൾ കൂടുതലാം ബയോഫൈറ്റകളെ കാണപ്പെടുന്നത്? മോസ്റ്റ്ലി ബയോഫൈറ്റാസ് ആർ ഫൗണ്ട് ഇൻ മോയിസ്റ്റ് സർഫേസ്, അതായത് സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് എന്താണ് ബയോഫൈറ്റകളെ കാണപ്പെടുന്ന എവിടെയാണ്? ഈർപ്പമുള്ള പ്രതലങ്ങളിലാണ് ബയോഫൈറ്റകളെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി 104 വിച്ച് ആർ ദ പാർട്സ് വി സി ഇൻ ബയോഫൈറ്റ, ഏതെല്ലാം ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്ടുകളാണ് നമ്മൾ ബയോഫൈറ്റയിൽ കാണുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പാർട്ട് വി സി ഇൻ ബയോഫൈറ്റ ആർ റൂട്ട്, സ്റ്റേം ആൻഡ് ലീഫ്, അതായത് ബയോഫൈറ്റയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂട്ട് ഉണ്ടാവും. റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വേരുകളുണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ഉണ്ടാവുന്നത്? സ്റ്റേം അല്ലെങ്കിൽ തണ്ടുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലീഫ് അല്ലെങ്കിൽ ഇലകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് 105 ചോദ്യം ഹൗ റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ഇൻ ബയോഫൈറ്റ, അതായത് എങ്ങനെയാണ് ബയോഫൈറ്റയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ബയോഫൈറ്റ എന്താണ്? റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ത്രൂ ഗെയ്മേറ്റ് ആൻഡ് സ്പോർസ്, അതായത് ബയോഫൈറ്റയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗെയ്മേറ്റിൻ്റെ സഹായത്തോടെയും സ്പോറുകളുടെ സഹായത്തോടും കൂടിയാണ് എന്താണ് ചെയ്യപ്പെടുന്നത്? എന്താണ്? സ്പോറുകളിലൂടെയുമാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും, സ്പോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണെന്ന്. സ്പോർ ഈസ് എ യൂണിറ്റ് ഓഫ് സെക്സ്വൽ ഓർ അസെക്സ്വൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മേ ബി അഡാപ്റ്റഡ് ഫോർ ഡിസ്പേഴ്സൽ ഫോർ സർവൈവൽ ഓഫൺ ഫോർ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ, അതായത് ഒരു ജീവിജാലത്തിന് ഈ അനുകൂലമല്ലാത്ത പ്രതികൂലമായ സാഹചര്യത്തിൽ അവയുടെ ശരീരത്തിൻ്റെ ഘടനകളെ എന്താണ് ചെയ്യുന്നത്? പ്രവർത്തനക്ഷമതമില്ലാതാക്കി ഒരു രീതിയിൽ ഉറക്കിക്കിടക്കുന്നത് പോലെ കിടത്തിക്കൊണ്ട് അവയ്ക്ക് സർവൈവ് ചെയ്യുകയും പുതിയതായിട്ട് അനുകൂല സാഹചര്യം എത്തിച്ചേരുമ്പോൾ അതിന് ഉയർത്ത് അല്ലെങ്കിൽ അത് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു രീതിക്കാണ് പറയുന്നത് സ്പോർ എന്ന് പറയുന്നത്. അപ്പം അസെക്സ്വൽ റീപ്രൊഡക്ഷൻ ആണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന സ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ബയോഫൈറ്റയിൽ നടക്കുന്നത്? ഏതെല്ലാമാണ്? സെക്സ്വൽ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ അസെക്സ്വൽ റീപ്രൊഡക്ഷനും എന്താണ് നടക്കുന്നത്? ബയോഫൈറ്റയിൽ നടക്കുന്നുണ്ട്. ഇനി 105 ഡു ബയോഫൈറ്റ ഹാവ് വസ്കുലർ ടിഷ്യൂസ്, അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബയോഫൈറ്റയിൽ വസ്കുലർ ടിഷ്യൂക്കൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം. വസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെൻ്റ് ഇൻ ബയോഫൈറ്റ, അതായത് ബയോഫൈറ്റയിൽ വസ്കുലർ ടിഷ്യൂക്കൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇനി 106 ചോദ്യം റൈറ്റ് എക്സാമ്പിൾ ഫോർ ബയോഫൈറ്റ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബയോഫൈറ്റയ്ക്ക് റൈറ്റ് എക്സാമ്പിൾ, അതായത് ബയോഫൈറ്റയ്ക്ക് ഉദാഹരണങ്ങൾ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ എക്സാമ്പിൾസ് ഫോർ ബയോഫൈറ്റ ആർ, അതായത് ബയോഫൈറ്റയ്ക്ക് ഉദാഹരണങ്ങളായിരിക്കുന്നത് റിക്സിയ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ചെടികളും അതുപോലെ തന്നെ ഫ്യൂണേറിയ എന്ന് പറയുന്ന ഒരു ചെടിയും ബയോഫൈറ്റയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിട്ട് നമുക്ക് എഴുതാം. റിക്സിയയും ഫ്യൂണേറിയയും ആണ് ബയോഫൈറ്റയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ബയോഫൈറ്റ, ബയോഫൈറ്റയെക്കുറിച്ച് ഒരു ചെറിയ നോട്ട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. മോസ്റ്റ്ലി ബയോഫൈറ്റാസ് ആർ ഫൗണ്ട് ഓൺ മോയിസ്റ്റ് സർഫേസ്, സാധാരണയായി ബയോഫൈറ്റകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈർപ്പമുള്ളത് അല്ലെങ്കിൽ നനഞ്ഞ പ്രതലങ്ങളിലാണ്. ഓക്കെ, നനവുള്ളതോ അല്ലെങ്കിൽ ഈർപ്പമുള്ളതോ ആയ പ്രതലങ്ങളിലാണ്. ഓക്കെ, മോയിസ്റ്റ് സർഫേസ്, ഈർപ്പമുള്ള പ്രതലങ്ങൾ. ദ പാർട്സ് വി സി ഇൻ ബയോഫൈറ്റ ആർ റൂട്ട്, സ്റ്റേം ആൻഡ് ലീഫ്, അതായത് ബയോഫൈറ്റയിൽ നമ്മൾ കാണുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ വേരുകളും തണ്ടുകളും ഇലകളുമാണ്. അടുത്തതായിട്ട് റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ഇൻ ബയോഫൈറ്റ ത്രൂ ഗെയിംമേറ്റ്സ് ആൻഡ് സ്പോർസ്, അതായത് പ്രത്യുൽപാദനം ബയോഫൈറ്റയിൽ നടക്കുന്നത് ഗെയിംമേറ്റ് കൊണ്ടും സ്പോർ കൊണ്ടുമാണ് എന്ന സ്പോറിൻ്റെയും സ്പോർ കൂടിയാണ്. ഓക്കെ, ഇനി വസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെൻ്റ് ഇൻ ബയോഫൈറ്റ, ബയോഫൈറ്റയിൽ വസ്കുലർ ടിഷ്യൂക്കൾ ഇല്ല. ഓക്കെ, എക്സാമ്പിൾ ഫോർ ബയോഫൈറ്റ ആർ റിക്സിയ ആൻഡ് ഫ്യൂണേറിയ, അതായത് ബയോഫൈറ്റയ്ക്ക് ഉദാഹരണമായിട്ടുള്ളത് റിക്സിയയും അതുപോലെ തന്നെ ഫ്യൂണേറിയയും ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം ബയോഫൈറ്റയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി മൂന്നാമതായിട്ട് തന്നിരിക്കുന്ന പാഠഭാഗത്ത് തന്നിരിക്കുന്ന ആ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ചെടിയെക്കുറിച്ചാണ്. പേജ് നമ്പർ 147 മൂന്നാമത്തത്. ഓക്കെ, ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ആ ചെടികളെക്കുറിച്ചുള്ളതാണ് ഇനി നമ്മൾ ഇവിടെ കാണുവാനായിട്ട് പോകുന്നത്. ഓക്കെ, 108 ചോദ്യം വാട്ട് കൈൻഡ് ഓഫ് പ്ലാന്റ് ഈസ്
ടെറിഡോഫൈറ്റ എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ചെടി? ഓക്കെ, ടെറിഡോഫൈറ്റാസ് ആർ മെയിൻലി ടെറിസ്റ്റോറിയൽ പ്ലാന്റ്സ്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് പ്ലാന്റ് ഈസ് ടെറിഡോഫൈറ്റ? അതായത് ടെറിഡോഫൈറ്റ ഏത് തരത്തിലുള്ള ചെടിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെറിഡോഫൈറ്റ എന്താണ്? പ്രധാനമായിട്ടും കരസസ്യങ്ങളാണ്. അതായത് ടെറിസ്റ്റോറിയൽ പ്ലാന്റ്സ്, അതായത് കരയിൽ ഉള്ള സസ്യങ്ങളാണ്. ടെറസ്റ്റേറിയൽ പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിൽ വളരുന്ന സസ്യങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന സസ്യങ്ങൾ കരയിൽ വളരുന്നവയാണ്. ഓക്കെ, ഇനി 109ാമത്തെ, വാട്ട് ആർ ദ ടെറിസ്റ്റോറിയൽ പ്ലാന്റ്സ്? എന്താ? അപ്പോൾ ഈ ടെറിസ്റ്റോറിയൽ പ്ലാന്റ് എന്ന് നമ്മളൊരു പുതിയ പേര് കേട്ടു. അപ്പോൾ എന്താണ് ഈ ടെറിസ്റ്റോറിയൽ പ്ലാന്റ് എന്ന് അറിയില്ല. ടെറിസ്റ്റോറിയൽ പ്ലാന്റ്സ് ആർ ദോസ് പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഓൺ ലാൻഡ്. അതായത് ടെറിസ്റ്റോറിയൽ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിൽ വളരുന്ന സസ്യങ്ങളെയാണ് ടെറിസ്റ്റോറിയൽ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി 110ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് സീൻ ഇൻ, അതായത് എന്തെല്ലാമാണ് സ്വഭാവങ്ങളാണ് ഏതിൽ കാണപ്പെടുന്നത്? സീൻ ഇൻ ടെറിഡോഫൈറ്റ എന്ന പ്ലാന്റിൽ കാണപ്പെടുന്നത്. അതായത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, എന്തെല്ലാം സ്വഭാവങ്ങളാണ് ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ഈ സസ്യത്തിൽ കാണപ്പെടുന്നത്? ടെറിഡോഫൈറ്റ പ്ലാന്റ്സ് ഹാസ് റൂട്ട്. അതായത് ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ആ പ്ലാന്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയ്ക്ക് റൂട്ടുകളുണ്ട്, അല്ലെങ്കിൽ വേരുകളുണ്ട്, സ്റ്റേം ഉണ്ട്, തണ്ടുകളുണ്ട്, ആൻഡ് ലീഫ് ഹാവ് ബീൻ ഫോംഡ്. അവയിൽ ഇലകളുമുണ്ട്. അപ്പോൾ ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ആ ചെടി വർഗത്തിന് എല്ലാം ഉണ്ട്. ഏതെല്ലാം ഉണ്ട്? റൂട്ടുണ്ട്, സ്റ്റേം ഉണ്ട്, ലീഫ് ഉണ്ട്. ഇനി 111ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടെറിഡോഫൈറ്റ? എന്താണ് ടെറിഡോഫൈറ്റയുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഈസ് ഡൺ മെയിൻലി ത്രൂ സ്പോർസ് ആൻഡ് പെട്രിഡോഫൈറ്റ പ്ലാന്റ്സ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ഈ പ്ലാന്റിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യുൽപാദനം പ്രധാനമായും സ്പോറുകളിലൂടെ ആണ് സാധാരണയായിട്ട് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി 112ാമത്തെ ചോദ്യം, ഡു ടെറിഡോഫൈറ്റ ഹാവ് വാസ്കുലർ ടിഷ്യൂസ്? അതായത് ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ഈ ചെടികളിൽ വാസ്കുലർ ടിഷ്യൂ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാസ്കുലർ ടിഷ്യൂസ് ആർ വാസ്കുലർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ ആർ സീൻ ഇൻ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ്. അതായത് ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ഈ പ്ലാന്റുകളിൽ വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്. എങ്ങനെ? സിമ്പിൾ സ്ട്രക്ചറോട് കൂടിയ വാസ്കുലർ ടിഷ്യൂകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി എന്താണ്? റൈറ്റ് എക്സാമ്പിൾ ഫോർ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടെറിഡോഫൈറ്റ പ്ലാന്റുകൾക്ക് ഉദാഹരണം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ എക്സാമ്പിൾസ് ഫോർ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ് ആർ ലൈക്കോപോഡിയം. ലൈക്കോപോഡിയം എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ പ്ലാന്റിന് ഒരു ഉദാഹരണമാണ്. രണ്ടാമതായിട്ട് ടെറീസ് എന്ന് പറയുന്ന ചെടികളും എന്താണ്? ടെറിഡോഫൈറ്റ പ്ലാന്റുകൾക്ക് ഒരു ഉദാഹരണമാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ്. അതായത് ടെറിഡോഫൈറ്റ പ്ലാന്റിന് ഒരു ഷോർട്ട് നോട്ട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുവാണ്, ടെറിഡോഫൈറ്റ പ്ലാന്റ്സ് ആർ മെയിൻലി ടെറിസ്റ്റോറിയൽ പ്ലാന്റ്സ്. അതായത് ടെറിഡോഫൈറ്റ പ്ലാന്റുകൾ സാധാരണയായിട്ട് നമ്മൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കരയിലാണ്, അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ പ്ലാന്റുകൾ കരസസ്യങ്ങളാണ്. ടെറിഡോ പ്ലാന്റ്സ് ഹാസ് റൂട്ട്, സ്റ്റേം ആൻഡ് ലീവ്സ്. അതായത് ടെറിഡോഫൈറ്റ പ്ലാന്റുകളിൽ എന്തെല്ലാമുണ്ട്? റൂട്ടുകളുണ്ട്, സ്റ്റെം ഉണ്ട്, അതുപോലെ തന്നെ ലീഫുകളും ഉണ്ട്. ഓക്കെ, ഇനി റീപ്രൊഡക്ഷൻ ഈസ് ഡൺ മെയിൻലി ത്രൂ സ്പോർസ് ഇൻ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ്. അതായത് ടെറിഡോഫൈറ്റ പ്ലാന്റിൽ പ്രത്യുൽപാദനം നടക്കുന്നത് മുഖ്യമായും സ്പോറുകളിലൂടെയാണ്. ഓക്കെ, അടുത്തതായിട്ട് വാസ്കുലർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആർ സീൻ ഇൻ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ്. അതായത് ടെറിഡോഫൈറ്റ പ്ലാന്റുകളിൽ വാസ്കുലർ ടിഷ്യൂ, അതായത് വാസ്കുലർ ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ആ വാസ്കുലർ ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവ വളരെ സിമ്പിളായിട്ടുള്ള, ലളിതമായിട്ടുള്ള സ്ട്രക്ചറോട് കൂടിയാണ്. ഓക്കെ, എക്സാമ്പിൾസ് ഫോർ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ്. അതായത് ടെറിഡോഫൈറ്റ പ്ലാന്റുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ലൈക്കോപോഡിയം എന്ന് പറയുന്ന ചെടിയും ടെറീസ് എന്ന് പറയുന്ന ചെടിയും ടെറിഡോഫൈറ്റ പ്ലാന്റുകൾക്ക് നല്ല ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നൗ വി വിൽ ഗോ ടു അനദർ വീഡിയോ.